സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് നമ്മൾ. സി എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് 1972 ഡെന്നീസ് റിച്ചി ബെൽ ലബോറട്ടറീസിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടും ഇത് ഡെവലപ്പ് ചെയ്തത് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിസൈനിന് വേണ്ടിയിട്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പുറമെ ഡാറ്റാബേസ്, കമ്പൈലേഴ്സ് തുടങ്ങിയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക്, തുടക്കക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്ത്? സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് അതിലേക്ക് തുടങ്ങാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സി പ്രോഗ്രാമിനെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം, ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്രയും ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാനായിട്ട് പറ്റും. ഡോക്യുമെന്റേഷൻ സെക്ഷൻ, ലിങ്കേജ് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, സബ് പ്രോഗ്രാം സെക്ഷൻ, അങ്ങനെ പല ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം എടുത്തിട്ട് അതിന്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സം ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാമാണ്. ഇതിന്റെ അൽഗോരിതം ഫ്ലോ ചാർട്ടും ഒക്കെ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. അതിന്റെ ഒരു സി കോഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന്റെ പ്രോഗ്രാം സ്ട്രക്ചർ എന്താണെന്ന്. ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു വോയിഡ് മെയിൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഇതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, വോയിഡ് മെയിൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അതിനെ ക്ലോസ് ചെയ്തു. അപ്പം ഒരു വോയിഡ് മെയിൻ ഫംഗ്ഷന്റെ അകത്ത്, എങ്കിൽ ഒരു മെയിൻ ഫംഗ്ഷന്റെ അകത്ത് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മുടെ കോഡ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ സി പ്രോഗ്രാം കോഡ് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? മെയിൻ ഫംഗ്ഷന്റെ അകത്ത്. ഈ വോയിഡ് ഒക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞു തരാം. ജസ്റ്റ് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. മെയിൻ ഫംഗ്ഷൻ, അതായത് ഒരു സി പ്രോഗ്രാമിൽ ഉറപ്പായിട്ടും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ആ മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് നമ്മൾ എന്ത് എഴുതുന്നത്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതുന്നത്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ഈ മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് എഴുതുന്നത്. ഇത് നമുക്കിവിടെ കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. ഈ മെയിൻ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് അത് ഓപ്പൺ ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് എഴുതുന്നത്? നമ്മുടെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതുന്നത്. ഇനി ഇതിന് ഒരു ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് തുടങ്ങി ഇത് അവസാനിക്കുന്നു. ഇതൊരു ബ്ലോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫംഗ്ഷനാണ് മെയിനായിട്ട്. ഒരു മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ അകത്താണ് നമ്മൾ എന്ത് എഴുതുന്നത്? നമ്മുടെ സി പ്രോഗ്രാം കോഡ് നമ്മൾ മെയിനായിട്ട് എഴുതുന്നത്. കോഡ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതും. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സം ഓഫ് ടു നമ്പേഴ്സ് ആയിരുന്നു അല്ലെ? സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്ത് അതിന്റെ സം കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ അൽഗോരിതം ഫ്ലോ ചാർട്ടും പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ്. സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രിന്റ് ചെയ്യുവാണ് അല്ലെ? ഔട്ട്പുട്ട് ആണ് പ്രിന്റർ അല്ലെ? അപ്പൊ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്ററിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, നമ്മുടെ സ്ക്രീനിലേക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പ്രിന്റ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്കാനർ എന്താ ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ അല്ലെ? അതായത് നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും ഫോട്ടോയോ വല്ല സ്കാൻ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുക്കുവാണ് അല്ലെ? അപ്പം അത് തന്നെ ഓർത്ത് വെക്കുക. സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ചെയ്യാനായിട്ട്, അതായത് ഇൻപുട്ട് എടുക്കാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സ്കാൻഎഫ് ഉപയോഗിക്കുന്നത്. അപ്പം സ്കാൻഎഫ് എന്തിനാ ഉപയോഗിക്കുന്നത്? റീഡ് ചെയ്യാനായിട്ട്, ഇൻപുട്ട് എടുക്കാനായിട്ടാണ് സ്കാൻഎഫ് ഉപയോഗിക്കുന്നത്. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? പ്രിന്റ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ ആദ്യമേ ഇവിടെ പ്രിന്റ് എഫ് എന്ന് എഴുതി. ഇതിന്റെ സിന്റാക്സ്, അതായത് എങ്ങനെ എഴുതണം എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് കോഡ് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്രിന്റ് എഫിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതി? എന്റർ ടു നമ്പേഴ്സ്. അതായത് നമ്മൾ യൂസറിനോട് പറയുവാണ് രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുവാണ്. അപ്പൊ യൂസർ എന്ത് ചെയ്തു? രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യണം, എൻ്റർ ചെയ്യുന്നത് വാങ്ങിക്കണം നമുക്ക് അല്ലെ? ആ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? സ്കാൻഎഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ശരിക്കും റീഡ് ഓപ്പറേഷൻ, അതായത് ഇൻപുട്ട് ഓപ്പറേഷൻ നടക്കുന്ന എവിടെയാണ്? ഈ സ്കാൻഎഫിലാണ് നടക്കുന്നത്. ഇനി രണ്ട് നമ്പേഴ്സ് യൂസറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്യണം? അത് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ? രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അത് എവിടെയെങ്കിലും ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണം. ആ മെമ്മറി ലൊക്കേഷൻസ് ആണ് എന്ത് പറയുന്നത്?
എയും ബിയും എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. നെയിംഡ് മെമ്മറി ലൊക്കേഷൻ, ഒരു മെമ്മറി ലൊക്കേഷന് നമ്മളൊരു പേര് കൊടുത്തിരിക്കുകയാണ്, എ ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയുള്ള നെയിംഡ് മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 നമ്പർ എടുത്തിട്ട് ആ നമ്പറിനെ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എയിലും ബിയിലുമായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് കഴിഞ്ഞു. ഓക്കെ, ശരിക്കും ഇൻപുട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇത് നമ്മൾ യൂസറിനോട് പറയുന്നതേ ഉള്ളൂ, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നതേ ഉള്ളൂ. ഇത് കണ്ടു കഴിയുമ്പോൾ യൂസർ എന്ത് ചെയ്യും, 2 നമ്പർ എൻ്റർ ചെയ്യും കീബോർഡ് വഴി. ആ നമ്പർ റീഡ് ചെയ്തിട്ട് എയും ബിയും എന്നുള്ള വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി അടുത്തത് നമ്മുടെ പ്രോസസ്സിംഗ് ആണ്, അല്ലെ? സം കണ്ടുപിടിക്കണം. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡീഷൻ ആയിട്ട് എ പ്ലസ് ബി കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ മൂന്നാമതൊരു ലൊക്കേഷനും കൂടി നമ്മൾ എടുത്തു, അല്ലെ? എ എന്ന് പറയുന്നത് ഒരു നമ്പർ സ്റ്റോർ ചെയ്തു, ബി എന്ന് പറയുന്ന രണ്ടാമത്തെ നമ്പർ സ്റ്റോർ ചെയ്തു, സമ്മിൽ എന്ത് ചെയ്തു, അതിന്റെ സം കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്തു, ആ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് 3 കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് നമ്മൾ എന്ത് എഴുതുന്നത്, നമ്മുടെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്. ഇത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കണ്ട, ഇത് എങ്ങനെ എഴുതുന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് നമ്മൾ നമ്മുടെ സി കോഡ് എഴുതുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കും. മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്നത്. ഒരു സി പ്രോഗ്രാമിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവണം, ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ഈ മെയിൻ ഫംഗ്ഷന്റെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഏറ്റവും അവസാനം അത് നമ്മൾ ക്ലോസ് ചെയ്യും. ഇതിനകത്ത് എന്തുണ്ട്, നമ്മുടെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഉണ്ട്. അപ്പൊ ഈ സാധനം എന്താണ്, ഇൻഡ് എ ബി സി എന്ന് പറയുന്നത്, എ ബി സം എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ 3 മെമ്മറി ലൊക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് 3 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, എയും ബിയും സമ്മും. ഈ 3 വേരിയബിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എ ബി സം എന്ന്. ഇതിന് വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയും. അതായത് ഒരു പ്രോഗ്രാമിൽ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏതൊക്കെ മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറയണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. നമുക്ക് ഇഷ്ടംപോലെ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, അതിൽ ഏതൊക്കെ ലൊക്കേഷനിലെ കണ്ടന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പ്രോഗ്രാം തുടങ്ങുമ്പോഴേ നമ്മൾ പറയണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട്, എയും ബിയും സമ്മും, 3 വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് 3 നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇൻഡൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ പറയാം. ഇത് വേരിയബിൾ ഡിക്ലറേഷൻ ആണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേരിയബിൾ എന്ത് ചെയ്തിരിക്കണം, ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പൊ ഇത് വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ടാണ്. ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്. ഇത്രയാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് നമ്മുടെ സി കോഡ് എഴുതുന്നത്. വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ട് ഉണ്ട്, പിന്നെ അതിൻ്റെ എക്സിക്യൂട്ടബിൾ കോഡ് ഉണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുന്നത് ഒരു സെമി കോളനിലായിരിക്കണം, അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. സിയിലെ എല്ലാ സ്റ്റേറ്റ്മെന്റും, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുന്നത് എന്തിലായിരിക്കും, സെമി കോളനിലായിരിക്കും, അതും കൂടി ഓർത്തു വയ്ക്കുക. ഇനി നമ്മുടെ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലാണ്, അല്ലെ? സി നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പക്ഷെ കമ്പ്യൂട്ടറിന് ഈ സാധനം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, അതായത് 0ഉം 1ഉം മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തുള്ളൂ, ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ആ മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോഡിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ്, സോഴ്സ് കോഡ് എന്നൊക്കെ നമ്മൾ പറയും. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്, കമ്പൈലർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ സിയിൽ നമ്മൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആരാണ്, കമ്പൈലർ ആണ്. ഈ കോഡ് നമ്മൾ എഴുതിയിട്ട് ആരുടെ കയ്യിൽ കൊടുക്കും, കമ്പൈലറിന്റെ കയ്യിൽ കൊടുക്കും. കമ്പൈലർ ഇതിനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ ലൈൻ സ്കാൻ ചെയ്യും. ഇത് കറക്റ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കും. അതിന്റെ സിന്റാക്സും റൂളും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കമ്പൈലർ ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും, മെയിൻ ഫംഗ്ഷന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിപ്പോ ബ്രാക്കറ്റ് കഴിഞ്ഞു, ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് കമ്പൈലർ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ അവിടെ തന്നെ കൊടുക്കണം. നമ്മൾ കമ്പൈലറിനോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഞങ്ങൾ ഇത്ര മെമ്മറി ലൊക്കേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റയൊക്കെ ഈ ലൊക്കേഷനിൽ കിടപ്പുണ്ട്, നമ്മൾ ആദ്യമേ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് വേരിയബിൾ ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മുടെ എക്സിക്യൂട്ടബിൾ പാർട്ട്. ഇതാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ്റെ അകത്ത് 2 സെക്ഷൻ ഉണ്ട്, വേരിയബിൾ ഡിക്ലറേഷൻ ഉണ്ട്, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
മെയിൻ ഫംഗ്ഷന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മുടെ എക്സിക്യൂഷൻ തുടങ്ങുന്നത്. ഒരു സി പ്രോഗ്രാമിൽ ഉറപ്പായിട്ടും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചറിൽ ഇത് ഇവിടെ കിടപ്പുണ്ട് മെയിൻ ഫംഗ്ഷൻ അല്ലെ. മെയിൻ ഫംഗ്ഷൻ സെക്ഷനുണ്ട്. മെയിൻ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ലോക്കൽ ഡിക്ലറേഷൻ പാർട്ടും ഉണ്ട്, പിന്നെ എന്താണ് എക്സിക്യൂട്ടബിൾ കോഡ് പാർട്ടും ഉണ്ട്. ഇത് രണ്ടും എവിടെ ഉണ്ടായിരിക്കണം? മെയിൻ ഫംഗ്ഷന്റെ അകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ അത്രയും നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്പൈലർ ഓരോ ലൈനായിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരും. എക്സിക്യൂട്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രിന്റ് എഫ്, സ്കാൻഎഫ് ഒക്കെ കാണും. ഈ പ്രിന്റ് എഫ്, സ്കാൻഎഫ് ഒക്കെ എന്താണെന്ന് കമ്പൈലറിന് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ഓരോ ഫംഗ്ഷനാണ് അല്ലെ. പ്രിന്റ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് പ്രിന്റ് എഫ്. സ്കാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ് സ്കാൻഎഫ്. ഇതൊക്കെ എന്താണെന്നുള്ള അതിന്റെ ഡെഫിനിഷന് നമ്മൾ വേറൊരു ഫയലിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ പ്രിന്റ് ചെയ്യണം, ഏത് ഇൻപുട്ട് ഡിവൈസ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ഒരു ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രിന്റ് എഫ്, സ്കാൻഎഫ് എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ ഫയൽസ് ഇവിടെ കണ്ടോ, stdio.h എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയലാണ്. അതിന്റെ അകത്ത് ഈ പ്രിന്റ് എഫിന്റെയും സ്കാൻഎഫിന്റെയും ഒക്കെ ഡെഫിനിഷൻ കിടപ്പുണ്ടാവും. ഈ പ്രിന്റ് എഫ്, സ്കാൻഎഫിന്റെ ഒക്കെ ഡെഫിനിഷൻ എവിടെ കിടപ്പുണ്ട്? stdio.h കിടപ്പുണ്ട്. അപ്പൊ കമ്പൈലറിന് നേരിട്ട് കണ്ടാൽ മനസ്സിലാകത്തില്ല പ്രിന്റ് എഫ്, സ്കാൻഎഫ് ഒക്കെ എന്താണ്. സിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ? കമ്പൈലറിന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് എഫ്, സ്കാൻഎഫിന്റെ ഡെഫിനിഷൻ എവിടെ കിടപ്പുണ്ട്? stdio.h കിടപ്പുണ്ട്. അത് നമ്മുടെ ഫയലും നമ്മൾ എഴുതി വെക്കുന്ന ഈ ഫയലുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വേറൊരു ലൊക്കേഷനിലാണ് അത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ആ ഫയൽ, ഹെഡർ ഫയൽ, നമ്മുടെ ഡെഫിനിഷൻ ഉള്ള ആ ഹെഡർ ഫയലും കൂടി നമ്മുടെ പ്രോഗ്രാമിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്യണം. അങ്ങനെ ലിങ്ക് ചെയ്താൽ മാത്രമേ ഈ പ്രിന്റ് എഫും സ്കാൻഎഫും ഒക്കെ എന്താണെന്ന് ആർക്ക് മനസ്സിലാകത്തുള്ളൂ? കമ്പൈലറിന് മനസ്സിലാകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? പ്രിന്റ് എഫ്, സ്കാൻഎഫ് തുടങ്ങിയ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഡെഫിനിഷൻ, ഡിക്ലറേഷൻ, ഡെഫിനിഷൻ ഒക്കെ എവിടെ കിടപ്പുണ്ട്? stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ഹെഡർ ഫയലിൽ കിടക്കുന്ന ഡെഫിനിഷനും കൂടി നമ്മൾ എവിടെ ലിങ്ക് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാമിന്റെ കൂടെ നമ്മൾ ലിങ്ക് ചെയ്യണം. ആ ലിങ്ക് ചെയ്യാനായിട്ടുള്ള പാർട്ടാണ് ഈ കാണിക്കുന്നത്. ഹാഷ്, ഈ സിമ്പിളിന് പറയുന്ന പേരാണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇതിന്റെ സിന്റാക്സ് നിങ്ങൾ നോക്കണ്ട, കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് ലിങ്കേജ് സെക്ഷൻ നമ്മൾ പറയുന്നത്. ഇവിടെ കിടപ്പുണ്ട് ലിങ്കേജ് സെക്ഷൻ. ലിങ്കേജ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെഡർ ഫയൽസ്, നമുക്ക് ഹെഡർ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിൽ ഓൾറെഡി കുറെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. അതിന്റെ ഡെവലപ്പേഴ്സ് തന്നെ കുറെ ഫംഗ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷന്റെ അകത്ത് മാത്രമാണ് യൂസർ എഴുതുന്നത്. അതല്ലാതെ കുറെ കാര്യങ്ങൾ ആവശ്യമുള്ളതൊക്കെ അതിന്റെ ഡെവലപ്പേഴ്സ് വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയും കൂടി എന്ത് ചെയ്യുക? നമ്മുടെ പ്രോഗ്രാമുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്? ലിങ്കേജ് സെഷൻ പറയുന്നത്. ഓക്കെ. അപ്പം ലിങ്കേജ് സെഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ്. ഇത് stdio.h, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ഉള്ള ഹെഡർ ഫയൽ. ഹെഡർ ഫയൽ എന്ന് കാണിക്കാനാണ് .h എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. ആ ഹെഡർ ഫയലും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഹാഷ് ഇൻക്ലൂഡ്. ഈ ഹാഷിനെ നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയും. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയും. അത് നമ്മൾ കമ്പൈലറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ്. എന്ത്? നമ്മുടെ ഫംഗ്ഷനും കൂടി ഇതിന്റെ അകത്തേക്ക് ചേർക്കാനായിട്ട് അല്ലെ. ലിങ്കേജ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പൈലറിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ്. സിസ്റ്റം ലൈബ്രറിയിൽ, നമ്മുടെ സിയുടെ സിസ്റ്റം ലൈബ്രറിയിലുള്ള ഫയൽസുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിങ്കേജ് സെഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആണ്. ഡോക്യുമെന്റേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് അല്ലെ, ഏറ്റവും മുകളിൽ കാണുന്നത്. ഇത് നമ്മൾ കമന്റ് ലൈൻസ് എന്ന് പറയും. അതായത് പ്രോഗ്രാം എന്താണ്, എന്തിന്റെ പ്രോഗ്രാമാണ് ഇത്? സം ഓഫ് ടു നമ്പേഴ്സിന്റെ പ്രോഗ്രാമാണ്. ഇത് കോഡിംഗ് അറിയാവുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക്, കോഡ് എഴുതിയ ആളല്ലാതെ മറ്റൊരാൾക്കൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കുറച്ച് ലൈൻസിനെയാണ് കമന്റ് ലൈൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോഡുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. കമ്പൈലർ ഇതിനെ കൺസിഡർ ചെയ്യത്തില്ല. ഇത് ചുമ്മാ ഇഗ്നോർ ചെയ്ത് വിടത്തേ ഉള്ളൂ ഈ കമന്റ് ലൈൻസിന്.
ഓക്കെ. അപ്പോൾ ഈ കമൻറ്റ് ലൈൻസ് നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കിട്ടത്തൊന്നുമില്ല. ഇത് പ്രോഗ്രാം മനസ്സിലാക്കാൻ വേണ്ടി, കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ അതിൻ്റെ സൈഡിൽ മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെക്കത്തില്ല, അങ്ങനെയുള്ള കുറച്ച് ലൈൻസ് ആണ് കമൻറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ നമ്മൾ പ്രോഗ്രാം, എന്ത് പ്രോഗ്രാം ആണെന്ന് കൊടുക്കാം, അതിൻ്റെ ഓതർ ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡോക്യുമെന്റേഷൻ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കമ്പൈലർ ആ സ്റ്റേറ്റ്മെന്റിനെ ഇഗ്നോർ ചെയ്ത് പോകത്തേ ഉള്ളൂ. അത് എഴുതുന്നത് ഇങ്ങനെയാണ്, സ്ലാഷ് പിന്നെ ഒരു സ്റ്റാർ ഇടുക, പിന്നെ നമുക്ക് എഴുതാനുള്ളത് ആ ലൈൻസിൽ നമ്മൾ വലിയ കാര്യമൊന്നും നോക്കണ്ട, ഗ്രാമറോ കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് മനസ്സിലാകുന്ന പോലെ വേർഡ്സ് എഴുതി വെച്ചാൽ മതിയായിരിക്കും. ദെൻ ഇത് സ്റ്റാർ പിന്നെയും ചേർക്കുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്യുമെന്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമന്റ് ലൈൻസ് നമ്മൾ പറയുന്നത്. അത് പ്രോഗ്രാം മനസ്സിലാക്കാനായിട്ട്, പ്രോഗ്രാമിന്റെ ഓതർ ആരാണ്, പ്രോഗ്രാമിന്റെ പേര് എന്താണെന്നൊക്കെ ചേർക്കാനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള ഡീറ്റെയിൽസ്. അത് ഡയറക്റ്റ് കോഡുമായിട്ട് നമ്മൾ നോക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന കുറച്ച് ലൈൻസ് ആണ്, അത്രേ ഉള്ളൂ. കമന്റ് ലൈൻസ്, പ്രോഗ്രാം എന്താണ്, അതിന്റെ ഓതർ ആരാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എഴുതാനായിട്ട്, പിന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ ഡോക്യുമെന്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനിഷൻ സെക്ഷൻ ആണ്. ഡെഫിനിഷൻ സെക്ഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സിംബോളിക് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് ഡെഫിനിഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ 1, 2, 3 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ്, അതിന്റെ വാല്യൂ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല, അതിന് ആ വാല്യൂ തന്നെയായിരിക്കും എപ്പോൾ നോക്കിയാലും. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡെഫിനിഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് സർക്കിളിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാൻഫ് ഉപയോഗിച്ച് റേഡിയസ് റീഡ് ചെയ്തു, എന്നിട്ട് ഏരിയ കണ്ടുപിടിച്ചു, ഏരിയ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും നമ്മുടെ എന്താണ്, സെയിം സ്ട്രക്ചർ തന്നെയാണ് അല്ലേ. എന്താണ്, മെയിൻ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ നടത്തി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സിക്യൂട്ടബിൾ കോഡ് നമ്മൾ എഴുതി മെയിൻ ക്ലോസ് ചെയ്തു. ഏത് പ്രോഗ്രാം നോക്കിയാലും ഇങ്ങനെ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ ഏതൊക്കെയാണ്, റേഡിയസിന് വേണ്ടി 6ഉം ഏരിയ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏരിയ എന്ന് പറയുന്ന 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് 6ഉം ഏരിയ. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇവിടെ എൻ്റർ ദ റേഡിയസ്, ഞാൻ ഇന്ന് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഞാൻ 10 എന്ന് കൊടുത്താൽ ആ ലൊക്കേഷനിൽ എന്തായിരിക്കും, 10 ആയിരിക്കും. രണ്ടാമത് തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ 20 ആണ് കൊടുക്കുന്നതെങ്കിൽ 6ലെ വാല്യൂ എന്തായിരിക്കും, 20 ആയിരിക്കും. അപ്പോൾ 6ലെ വാല്യൂ എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രോഗ്രാം തുടങ്ങി അവസാനിക്കുന്ന വരെ അതിന്റെ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഈ പൈ എന്നുള്ള വാല്യൂ നമുക്കറിയാം 3.14, അതൊരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇവിടെ 3.14 എന്ന് വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഹാഷ് ഡിഫൈൻ പൈ 3.14 ഡിഫൈൻ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടുക, നമ്മുടെ വേരിയബിളിന്റെ പേര്, കോൺസ്റ്റന്റിന്റെ പേര് കൊടുക്കുക, 3.14. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഡെഫിനിഷൻ സെക്ഷനിൽ നമ്മൾ എന്താണ്, സിംബോളിക് കോൺസ്റ്റന്റ്, ഇവിടെ പൈ എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കിയിരിക്കുകയാണ്, ഒരു കോൺസ്റ്റന്റ് ആക്കിയിരിക്കുകയാണ്. PI, അത് ഞാൻ കൊടുത്ത പേരാണ്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ പൈ കാണിക്കാൻ വേണ്ടിയിട്ട് PI എന്നുള്ള 2 ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം PI അതാണ് എനിക്കൊരു കോൺസ്റ്റന്റ് ആക്കി എടുക്കണം. PI എന്നുള്ള വേർഡ് നമ്മൾ എവിടെ യൂസ് ചെയ്താലും അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ആ ഭാഗത്ത് എന്ത് വാല്യൂ വരണം, 3.14 എന്നുള്ള വാല്യൂ വരണം. അങ്ങനെ ഒരു കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാഷ് ഡിഫൈൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. കമ്പൈലറിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്, എനിക്കൊരു കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യണം, ആ കോൺസ്റ്റന്റിന്റെ പേര് പേര് പൈ ആണ്, ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. ഇതാണ് ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിങ്കേജ് സെക്ഷൻ എന്തായിരുന്നു, ഹാഷ് ഇൻക്ലൂഡ് ആണ് ലിങ്കേജ് സെക്ഷൻ. അത് നമ്മുടെ വേറെ ഫയൽസിനെ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലിങ്കേജ് സെക്ഷൻ. ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംബോളിക് കോൺസ്റ്റന്റ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 3.14 എന്ന് എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് ആക്കി തന്നെ എടുത്തിട്ട് പൈ എന്നുള്ള വേർഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കോൺസ്റ്റന്റ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സിംബോളിക് കോൺസ്റ്റന്റ് ഒക്കെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് ഡെഫിനിഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഹാഷ് ഡിഫൈൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാഷ് എന്ന് പറയുന്നത് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്, ഡിഫൈൻ എന്താണ്, സിംബോളിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള കീവേഡ് ആണ്.
ഓക്കെ, അപ്പൊ അതാണ് ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് പ്രോഗ്രാം സെക്ഷൻ ആണ്. സബ് പ്രോഗ്രാം സെക്ഷൻ contains all the user defined functions that are called in the main function. User defined functions are generally placed immediately after the main function, although they may appear in any order. നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ സർക്കിളിന്റെ ഏരിയ കാണാനായിട്ടുള്ള പ്രോഗ്രാം എഴുതി അല്ലെ. ഇവിടെ നമ്മൾ കോഡൊക്കെ എന്താ എഴുതിയിരിക്കുന്നത്? മെയിൻ ഫംഗ്ഷന്റെ അകത്താണ് എഴുതിയിരിക്കുന്നത്. ഇത് ചെറിയ കോഡ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, 2-3 ലൈൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മെയിൻ ഫംഗ്ഷന്റെ അകത്ത് തന്നെ എഴുതാം. പക്ഷെ ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്ന ലെവലാണ്, സി പ്രോഗ്രാം പഠിച്ചു തുടങ്ങുന്ന ലെവലിലായതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രോഗ്രാംസ് എഴുതുന്നത്. പക്ഷെ ശരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഒരു പ്രോഗ്രാം ഒരു പേജിലൊന്നും നിൽക്കത്തില്ല, 2-3 പേജുകൾ പോകുന്ന കോഡുകൾ വരെ നമുക്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കോഡ് മനസ്സിലാക്കാനും എഴുതാനും എറർ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ഫംഗ്ഷൻസിനെയൊക്കെ ഇപ്പൊ ഇവിടെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ബ്ലോക്ക് എഴുതാം. നമ്മൾ ബ്ലോക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇതുപോലെ 2 ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ബ്ലോക്കിൽ വേറെ എഴുതി വെക്കും. അതായത് വേറൊരു ഫംഗ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വേറെ നമ്മൾ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും? അതിനെ മെയിനിലേക്ക് നമ്മൾ കോൾ ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ മെയിനിന്റെ അകത്തെ കോഡ് എന്ത് ചെയ്യും? കുറഞ്ഞു നിൽക്കും. അപ്പൊ നമുക്ക് ചെറിയ പ്രോഗ്രാം എഴുതുന്നത് കൊണ്ട് അത് മനസ്സിലാകത്തില്ല. വലിയ വലിയ ആപ്ലിക്കേഷൻസിലൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എങ്ങനെ പോയാലും കോഡ് മെയിനിന്റെ അകത്ത് മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് 5-6 പേജുള്ള ഒരു ഫംഗ്ഷൻ എഴുതി വെക്കുന്ന ഒരു കോഡ് എഴുതുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി ഒരു സ്ഥലത്ത് വെക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം, അത് സെപ്പറേറ്റ് കോഡ് എഴുതുക. എന്നിട്ട് എപ്പോഴൊക്കെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണോ അപ്പൊ നമ്മൾ അതിനെ കോൾ ചെയ്താൽ മാത്രം മതിയായിരിക്കും. അതേപോലെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് എപ്പോഴൊക്കെ ഏരിയ കണ്ടുപിടിക്കണോ അപ്പം മാത്രം അതിനെ മെയിനിലേക്ക് വിളിച്ചാൽ മതിയായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് പ്രോഗ്രാം സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മെയിനിന്റെ അകത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. ഇത് കണ്ടോ? ഇതിന്റെ അകത്ത് ഇവിടെ മെയിനിന്റെ അകത്ത് റീഡ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ അല്ലെ, ഇവിടെ പൈ ഇൻറ്റു റേഡിയസ്, ഇത് വേറൊരു കോഡാണ്, അതുകൊണ്ടാണ് R എന്ന് ഉപയോഗിക്കാതെ റേഡിയസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ വേണേലും നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇനി എന്ത് ചെയ്തു? റേഡിയസ് എന്നുള്ള ഇത് എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇവിടെ മെയിനിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മെയിനിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്ത് വേറൊരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മെയിനിന്റെ പുറത്ത് എഴുതുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമ്മൾ പറയുന്നത്. അത് സാധാരണയായിട്ട് നമ്മൾ എഴുതുന്നത് മെയിനിന്റെ താഴെയായിരിക്കും. ഇവിടെ കണ്ടോ? മെയിൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ഈ മെയിൻ ഫംഗ്ഷന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ സബ് പ്രോഗ്രാം സെക്ഷൻ എഴുതുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, പ്രോഗ്രാമിനെ നമ്മൾ പല സെക്ഷൻ ആയിട്ട് തിരിക്കും, പല പല ഫംഗ്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ അതിനെ കോൾ ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെയുള്ള തന്നെയാണ്. ഇപ്പം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം, അതിനൊരു സെപ്പറേറ്റ് ഫംഗ്ഷൻ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം, സെപ്പറേറ്റ് ഫംഗ്ഷൻ എഴുതാം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ എഴുതാം. ആവശ്യമുള്ള സമയത്ത് മാത്രം അതിനെ എവിടെ വിളിച്ചാൽ മതി? മെയിനിലേക്ക് വിളിച്ചാൽ മതി. മെയിനിൽ വന്നാൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മെയിനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഫംഗ്ഷന്റെ പേര് ഇവിടെ ഏരിയ എന്നാണ്, ആ ഏരിയ എന്നുള്ള ഫംഗ്ഷന്റെ പേര് പറഞ്ഞ് നമ്മൾ അതിനെ കോൾ ചെയ്യണം. അതിനെയാണ് സബ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിച്ചു പോകും. എന്താണ് സബ് പ്രോഗ്രാം എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഒരു പ്രോഗ്രാമിന് ചെറിയൊരു ഫംഗ്ഷൻ അതിന് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്തു? മെയിനിലേക്ക് കോൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ശരിക്കും ഏരിയ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സബ് പ്രോഗ്രാമിലാണ്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷനിലാണ് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്തു? മെയിനിലേക്ക് കോൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുവാണ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സബ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ സബ് പ്രോഗ്രാം സെഷന് നമുക്ക് എന്ത് എഴുതാം? മെയിനിന്റെ താഴെയായിട്ട് നമ്മൾ എഴുതും. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷനെ കൂടാതെ വേറെ എത്ര സബ് പ്രോഗ്രാം സെക്ഷൻസ് വേണമെങ്കിലും വരാം. ഒരു മെയിൻ ഫംഗ്ഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതല്ലാതെ എത്ര സബ് പ്രോഗ്രാം വേണമെങ്കിലും വരാം. അതാണ് ഇവിടെ 1 തൊട്ട് n വരെ എഴുതിയിരിക്കുന്നത്. എത്ര എണ്ണം വേണമെങ്കിലും വരാം. ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ കോൾ ചെയ്ത് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ഡോക്യുമെന്റേഷൻ സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ലിങ്കേജ് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഡെഫിനിഷൻ സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, സബ് പ്രോഗ്രാം സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സബ് പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായാലും കോഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യാം. ഇപ്പൊ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക്
നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടൊരു സാധനം എഴുതി വെക്കാം. എന്നിട്ട് എപ്പോഴൊക്കെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണോ, എപ്പോഴൊക്കെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണോ, ആ സമയത്ത് മാത്രം നമ്മൾ അതിനെ വിളിച്ചാൽ മതിയായിരിക്കും. അപ്പൊ മെയിനിലേക്ക് എല്ലാ കോഡും കൂടി കുത്തി നിറയ്ക്കുന്ന ഒരു ഫീൽ നമുക്ക് വരത്തില്ല. പ്രോഗ്രാം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. കോഡ് എഴുതുന്നത് ഈസി ആയിരിക്കും, എററൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. അപ്പം മെയിനിന് പുറത്താണ് നമ്മളത് എഴുതുന്നത്. അതിനെയാണ് നമ്മൾ സബ് പ്രോഗ്രാം സെഷൻ എന്ന് പറയും. ആവശ്യമുള്ള അനുസരിച്ച് മെയിനിലേക്ക് നമ്മൾ അതിനെ വിളിച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഡോക്യുമെന്റേഷൻ സെക്ഷൻ, ലിങ്കേജ് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, സബ് പ്രോഗ്രാം സെക്ഷൻ. ഇനി നമ്മൾ ഒരെണ്ണം ഇവിടെ വിട്ടു, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ അല്ലെ. ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇത് വേരിയബിൾ ഡിക്ലറേഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. 6 ഏരിയ, ഇത് ശരിക്കും മെമ്മറി ലൊക്കേഷൻ ആണ്. നമ്മളിത് കണ്ടില്ലേ, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെ മാത്രമേ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ 6 എന്ന് പറയുന്ന വേരിയബിളിനെ ഈ ബ്രാക്കറ്റ് തുടങ്ങി, അതായത് ഇത് ഏത് ബ്ലോക്കിലാണോ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ലോക്കൽ സ്കോപ്പ് ആണെന്ന് നമ്മൾ പറയും. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്തേക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, 6 ഏരിയ എന്നുള്ളതിനേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത് ലോക്കൽ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്കതിനെ, ഇത് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്, ഇത് ഏത് ബ്ലോക്കിലാണോ എഴുതിയിരിക്കുന്നത് ആ ബ്ലോക്കിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് വരെ മാത്രമേ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ മെയിൻ മാത്രമേ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ലോക്കൽ വേരിയബിൾ മതി. പക്ഷെ നമുക്കിവിടെ സബ് ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫങ്ഷൻസ് ഉണ്ട്, ഈ ഫങ്ഷൻസിന്റെ അകത്തെല്ലാം നമുക്ക് എന്ത് വേണം, ആ വേരിയബിളിനെ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് മെയിൻ്റെ അകത്ത് എഴുതിയാൽ പറ്റത്തില്ല. മെയിൻ്റെ അകത്ത് എഴുതുന്ന സാധനം മെയിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന്റെ പുറത്തേക്കും കൂടി നമുക്ക് വേണം, പുറത്തുള്ള എല്ലാവർക്കും വേണം. പുറത്തുള്ള എല്ലാവർക്കും വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മെയിനിന്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യണം. അതിനെയാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഫ്ലോട്ട് റേഡിയസ്. ഫ്ലോട്ട് റേഡിയസ് എന്നുള്ളത് മെയിനിന്റെ ഉള്ളിലല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ റേഡിയസ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, മെയിനിന്റെ പുറത്താണ്. മെയിനിന്റെ പുറത്തായതുകൊണ്ട് മെയിനിന്റെ പുറത്ത് എഴുതുന്നത് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാം. മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ യൂസ് ചെയ്യാം, എത്ര സബ് ഫംഗ്ഷൻ ഉണ്ടോ അതിന്റെ അകത്തെല്ലാം നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റേഡിയസിനെ കാണിക്കാനായിട്ട് റേഡിയസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തിട്ടുണ്ട്. ആ റേഡിയസ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, മെയിൻ ഫംഗ്ഷന്റെ അകത്തും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. മെയിനിന്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, മെയിനിന്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു, അതിന്റെ അകത്തും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നതിന്റെ അകത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, അതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റേഡിയസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഗ്ലോബൽ ഡിക്ലറേഷനും ലോക്കൽ ഡിക്ലറേഷനും. ഗ്ലോബൽ ഡിക്ലറേഷൻ, ലോക്കൽ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മെമ്മറീസ് നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണ്, നമുക്ക് ആവശ്യത്തിനുള്ള മെമ്മറി നമ്മൾ എടുത്ത് വെക്കുവാണ്. ആ എടുത്ത് വെക്കുന്ന മെമ്മറി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന്റെ ഉള്ളില് ഇപ്പൊ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ ഈ കോഡ് ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമേ അതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ മെയിനിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നതിന്റെ അകത്ത് എഴുതുന്നതാണെങ്കിൽ അതിന്റെ അകത്ത് മാത്രമേ നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ലോക്കൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പുറത്തേക്കും കൂടി കൊടുക്കണം. അതിന്റെ പുറത്തേക്കും കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ മെയിനിന്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യണം. അതാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ ഡിക്ലറേഷൻ ഉള്ള വേരിയബിൾസിനെ നമുക്ക് മെയിൻ ഫംഗ്ഷന്റെ അകത്തും യൂസ് ചെയ്യാൻ പറ്റും, സബ് പ്രോഗ്രാം സെക്ഷന്റെ അകത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ സി പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് സി പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതിപ്പോ ഈ ഓർഡറിൽ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് എഴുതും, ഡോക്യുമെന്റേഷൻ സെക്ഷൻ എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യമുള്ള ഫയൽസിനെ ലിങ്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഡെഫിനിഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സബ് പ്രോഗ്രാം സെക്ഷൻ കൊടുക്കും. ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മെയിൻ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ളതിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ എഴുതിയാൽ മതിയായിരിക്കും. മെയിൻ ഫംഗ്ഷൻ എന്താണ്, ഉറപ്പായിട്ടും ഒരു പ്രോഗ്രാമിൽ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. സബ് പ്രോഗ്രാം എഴുതണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളിപ്പോൾ സം ഓഫ് ടു നമ്പേഴ്സും ഏരിയ ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ അവിടെ സബ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇല്ല, അതുണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ ഗ്ലോബൽ ഡിക്ലറേഷൻ, ഞാൻ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല കാണിച്ചത് അല്ലെ. ഗ്ലോബൽ ഡിക്ലറേഷൻ വേണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി.
ഡെഫിനിഷൻ സെക്ഷൻ നമ്മൾ സം ഓഫ് ടു നമ്പേഴ്സ് എഴുതിയപ്പോൾ അവിടെ ഏതെങ്കിലും കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്തായിരുന്നു? ആ പ്രോഗ്രാമിൽ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. പക്ഷേ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളത് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. അതേപോലെ തന്നെ ലിങ്കേജ് സെഷന് ഫയൽസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലിങ്ക് ചെയ്താൽ മതി. ഡോക്യുമെന്റേഷനും അതുപോലെ തന്നെ. നമുക്ക് കമന്റ് ലൈൻസ് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുത്താൽ മതി. അതൊക്കെ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണ്? മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. അത് ഉറപ്പായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള സെക്ഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. All section except the main function section may be absent when they are not required. ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. അതൊന്നും എഴുതണം എന്നൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഉറപ്പായിട്ടും എന്ത് എഴുതിയിരിക്കണം? മെയിൻ ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ എക്സിക്യൂട്ടബിൾ കോഡ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. കമ്പൈലർ എവിടെ നിന്നായിരിക്കും പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? മെയിൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്നായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഇന്ന് പറഞ്ഞു നോക്കാം. സി പ്രോഗ്രാമിന്റെ സെക്ഷനാണ്, അതിന്റെ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഡോക്യുമെന്റേഷൻ സെക്ഷൻ ഉണ്ട്, ലിങ്കേജ് സെക്ഷൻ ഉണ്ട്, ഡെഫിനിഷൻ സെക്ഷൻ ഉണ്ട്, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, സബ് പ്രോഗ്രാം സെക്ഷൻ. ഇതിൻ്റെ അത് ഡോക്യുമെന്റേഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? കമന്റ് ലൈൻസ് ആണ് കൊടുക്കുന്നത്. പ്രോഗ്രാമറിന്റെ പേര് അല്ലെങ്കിൽ പ്രോഗ്രാം എന്താണ്, അതിന്റെ തുടങ്ങിയ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡോക്യുമെന്റേഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല, കൊടുക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ്? ലിങ്കേജ് സെക്ഷൻ ആണ്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ലിങ്കേജ് സെക്ഷൻ. ലിങ്കേജ് സെക്ഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലൈബ്രറി, സിസ്റ്റം ലൈബ്രറിയിൽ കിടക്കുന്ന ഫംഗ്ഷൻസുമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ ലിങ്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലിങ്കേജ് സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കമ്പൈലറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. നമ്മുടെ സിസ്റ്റം ലൈബ്രറിയിലെ ഫയലിൽ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കമ്പൈലറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ലിങ്കേജ് സെക്ഷനിൽ വരുന്നത്. ഇനി അടുത്തത് സിംബോളിക് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡെഫിനിഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞു കിടക്കുന്ന സെക്ഷനാണ് ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അത് സിംബോളിക് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാനാണ്. അതും നമ്മൾ കമ്പൈലറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അടുത്തത് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. നമ്മൾ പറഞ്ഞു വേരിയബിൾസ് നമ്മൾ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ അകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിളിന് ആ ഫംഗ്ഷന്റെ അകത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന്റെ പുറത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിൽ കൊടുക്കുന്ന വേരിയബിൾ ആണെങ്കിൽ പ്രോഗ്രാം തുടങ്ങി പ്രോഗ്രാം അവസാനിക്കുന്ന വരെ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെയിൻ ഫംഗ്ഷൻ ആണ്. ഗ്ലോബൽ ഡിക്ലറേഷൻ മെയിൻ ഫംഗ്ഷന്റെ മുകളിൽ തന്നെ എഴുതണം. ഈ ഓർഡറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും കൂടി ഓർത്ത് വയ്ക്കുക. മെയിൻ ഫംഗ്ഷൻ സെക്ഷന്റെ നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ പ്രോഗ്രാമിൽ ഒരു മെയിൻ ഫംഗ്ഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ കമ്പൈലർ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് രണ്ടായിട്ട് പാർട്ടായിട്ട് തിരിക്കാം. ഡിക്ലറേഷൻ പാർട്ടും ഉണ്ട്, എക്സിക്യൂട്ടബിൾ പാർട്ടും ഉണ്ട്. ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുന്ന പാർട്ടാണ് ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡാണ്. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും നമുക്ക് എക്സിക്യൂട്ടബിൾ പാർട്ടിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കോഡ് എഴുതുന്നതിലൊരു അർത്ഥമില്ല, ഉണ്ടായിരിക്കണം. എല്ലാ സ്റ്റേറ്റ്മെന്റും എങ്ങനെയായിരിക്കും? സെമിക്കോളനിലായിരിക്കും അവസാനിക്കുന്നത്. ഈ ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂട്ടബിൾ പാർട്ടും നമ്മൾ എവിടെ എഴുതണം? മെയിൻ ഫംഗ്ഷന്റെ ഓപ്പണിംഗ് ബ്രേസസിനും ക്ലോസിംഗ് ബ്രേസസിനും ഇടയ്ക്ക് വേണം നമ്മൾ എഴുതാൻ. അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് എഴുതണം നമ്മുടെ ആവശ്യമുള്ള കോഡൊക്കെ. ഇനി സബ് പ്രോഗ്രാം സെക്ഷൻ ഉണ്ട്. സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഡിനെ നമ്മൾ പലതായിട്ട് തിരിക്കുവാണ്. നമ്മുടെ പ്രോഗ്രാമിനെ മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിന് കുറെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വെച്ചിട്ട് നമ്മൾ തിരിക്കുവാണ്, സബ് പ്രോഗ്രാം ആയിട്ട് തിരിക്കുവാണ്. അതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? മെയിനിലേക്ക് നമുക്ക് കോൾ ചെയ്ത് യൂസ് ചെയ്താൽ മതി. അങ്ങനെയുള്ളതിനെയാണ് സബ് പ്രോഗ്രാം സെക്ഷൻ എഴുതുന്നത്. അതിന്റെ ഡെഫിനിഷൻ സാധാരണയായിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? മെയിനിന്റെ താഴെ, മെയിനിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ താഴെയാണ് നമ്മൾ സബ് പ്രോഗ്രാം സെക്ഷൻ എഴുതുന്നത്. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും എത്ര സബ് പ്രോഗ്രാം വേണമെങ്കിലും നമുക്ക് എഴുതാം. ഒരു 5 or 10 എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. മെയിനിന്റെ താഴെയാണ് സാധാരണയായിട്ട് നമ്മൾ എഴുതുന്നത്. മെയിനിന്റെ മുകളിൽ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ അത് ഓർക്കണ്ട. മെയിനിന്റെ താഴെയായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതുന്നത്, ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് സിയുടെ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ സെക്ഷൻ, ലിങ്കേജ്, ഡെഫിനിഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ, മെയിൻ ഫംഗ്ഷൻ, സബ് പ്രോഗ്രാം. ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡോക്യുമെന്റേഷൻ, linkage, definition, global declaration, main function, then subprogram section. Okay, thank you.